ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബീനാസ് കിച്ചൻ. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇന്നിവിടെ ഞാൻ ഒരു ഡിഷ് ചെയ്യണത് പീച്ചിങ്ങ ഉണക്ക ചെമ്മീനിട്ട് ചെയ്യുന്നതാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേപ്പില, മുളക് ചതച്ചത്, വെളിച്ചെണ്ണ, ഉള്ളി ചതച്ചത്. പിന്നെ ഞാൻ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ അരിയണത് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഇത് കളയണം. ചിലർക്ക് അറിയില്ല ഇത് ചെയ്തെങ്ങനെ ചെയ്യണമെന്ന്, പീച്ചിങ് എങ്ങനെ കറി വെക്കണമെന്ന്. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം അവിടെ എടുത്ത് വെച്ചത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് പൊളിച്ച് നാലാക്കി വരും. എല്ലാം കഴുകി വെടുപ്പാക്കി വെച്ചാണ് കേട്ടോ. നല്ല ഇതൊരു ആൾക്കാർക്കൊന്നും അറിയില്ല അതെങ്ങനെ വെക്കണമെന്ന്. പച്ചച്ചെമ്മീനും ഇടാം, ഉണക്കച്ചെമ്മീനും ഇടാം. ഇതരിഞ്ഞ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ ചൂടാക്കാൻ പോണു. അടുപ്പ് കത്തിച്ച് ആദ്യം ചെമ്മീൻ ഒന്നിട്ട് ചൂടാക്കി. ഒരു 10 ഗ്രാം ഉണ്ടാവും ചെമ്മീൻ. ഒന്ന് ചൂടാക്കി പതുക്കെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്കൊന്ന് പൊടിക്കണം. പതുക്കെ ഒന്ന് ചതച്ചെടുക്കണം. കുഞ്ഞ് വെറുതെ ചതച്ച് ഒന്ന് അല്ലെങ്കിൽ അത് വേവില്ല. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു ഇട്ടിട്ട് ചൂടാക്കി ചതച്ചെടുക്കട്ടെ. ഒരുവിധം ചതഞ്ഞാൽ മതി. അത് ഇതായിട്ട് കിടക്കുമ്പോൾ നല്ല ഇതായിട്ട് കിടക്കും. ഇടയ്ക്ക് കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇത്രയും ഞാൻ അടുപ്പ് കത്തിക്കാം. ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കാറായിട്ടില്ല. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഉള്ളി ചതച്ചത്, ഉള്ളി ചുവന്നുള്ളി, ഒരു 5-6 ചുള ചുവന്നുള്ളി മതി. പിന്നെ വേപ്പില. ഇത് വെളുത്തുള്ളി ഇടാൻ പാടില്ല. ഇതുള്ള മറ്റേ ചെമ്മീനല്ലാണ്ട് വെളുത്തുള്ളി പാടില്ല. ഇതിൽ അത് മൂത്ത് വരുമ്പോൾ മുളക് ഇടിച്ച മുളക്, ഈ മുളക് ആവശ്യത്തിന് മുളക്. നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന്. അത് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചാണ് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചാണ് പീച്ചിങ്ങ ഇട്ട് കൊടുക്കുക. പീച്ചിങ്ങ ഒരു 1/2 കിലോ ഉണ്ട് കേട്ടോ. 1/2 കിലോ പീച്ചിങ്ങ. ആവശ്യത്തിന് ഉപ്പ്, ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ
അതിന് വേണ്ട കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കും. എന്നാലും അതിൻ്റെ തൊലിക്ക് കട്ടിയില്ലേ, അപ്പോൾ അത് വേണം. അര ഗ്ലാസ് വെള്ളം. എന്നിട്ടത് അടച്ചു ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമുക്കൊന്ന് നോക്കാം, ഇറക്കി കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് വറ്റട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിത് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കട്ടെ. എല്ലാം പാകത്തിന്. ഇപ്പോൾ ഏതാണ്ട് വെള്ളമൊക്കെ നമ്മൾ വറ്റി ഉറക്കച്ചെമ്മീനും പീച്ചിങ്ങും കൂടി ഒരു ഇളക്കാൻ ഇട്ടത്. നമുക്ക് ഇത് കറക്കാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്യാൻ പോവാണ്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ പീച്ചിങ്ങും ഉണക്കച്ചെമ്മീനും പുറത്ത് ശരിയായിട്ടുണ്ട്. കൂടുതൽ ഡിഷസുമായി വീണ്ടും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.